ഓം 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 എല്ലാ ഭാരതീയർക്കും എൻ്റെ നമസ്കാരം. ഭാരതത്തിൻ്റെ ശാസ്ത്ര സാംസ്കാരിക പാരമ്പര്യങ്ങൾ നാം കരുതുന്നതിലും വളരെ അപ്പുറത്താണ്. രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും നമ്മുടെ മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും ലോകം അത് തിരിച്ചറിഞ്ഞു. അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയർ അറിവില്ലായ്മ മൂലം ഈ ഗ്രന്ഥങ്ങൾ ഒന്നും വായിക്കാതെ നമ്മുടെ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലെന്ന് കേവലം വോട്ടുബാങ്കുകൾ ലക്ഷ്യമിട്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന രാഷ്ട്രീയക്കാർ ഇവിടെയുണ്ട്. നമ്മുടെ പൗരാണികതയുടെ തെളിവുകൾ വിദേശീയർ ശേഖരിച്ച് അത്ഭുതത്തോടെ കാത്തു സംരക്ഷിക്കുന്നു. അവർ കൂട്ടത്തോടെ ഹിന്ദുമതം സ്വീകരിക്കുന്നു. ഇനി ഒരു 25 വർഷം കൊണ്ട് ലോക ജനസംഖ്യയിൽ 50% ഹിന്ദുക്കൾ ആകും എന്നത് എനിക്കും നിങ്ങൾക്കും സംശയമില്ല. അപ്പോൾ ഭാരതത്തിൽ ഹിന്ദു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് മതഭ്രാന്തന്മാരുടെ നാടാകാതിരിക്കണമെങ്കിൽ ഹിന്ദു ഉണരുക തന്നെ വേണം. നമ്മുടെ പുരാതന ശാസ്ത്ര സാംസ്കാരിക സാങ്കേതിക മികവുകൾ ഗ്രന്ഥങ്ങളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. വരും തലമുറയെങ്കിലും മേൽപ്പറഞ്ഞ ആണും പെണ്ണും കെട്ട രാഷ്ട്രീയക്കാരാകാതിരിക്കാൻ ഓരോ ഹിന്ദുവും കഠിന പരിശ്രമം നടത്തേണ്ടതുണ്ട്. ടെക്നോളജി മികവിന്റെ കാര്യത്തിൽ രാമന്റെയും കൃഷ്ണന്റെയും കാലം നമ്മുടെ സങ്കല്പങ്ങൾക്കും ഉപരിയാണ്. നമ്മുടെ കുട്ടികൾ അവ അറിയട്ടെ. അവർ അതിൽ ഊറ്റം കൊണ്ട് തേജസ്വികൾ ആവട്ടെ. നമ്മുടെ പൂർവികരുടെ മികവ് മനസ്സിലാക്കുന്നതിനായും മഹാഭാരത യുദ്ധകാലത്തെ ഒരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി അവതരിപ്പിക്കുന്നു. സദയം സ്വീകരിച്ചാലും. ശ്രീകൃഷ്ണ മഹാത്മ്യവും അക്കാലത്തെ കൗരവ സൈന്യശക്തിയും മറ്റ് സാങ്കേതിക മികവുകളും നിങ്ങളെ അതിശയിപ്പിക്കും. ഒരു ഭാഗത്ത് ധർമ്മ സംസ്ഥാപനത്തിനായി പാണ്ഡവരും അവരുടെ സൈന്യവും അണിനിരന്നപ്പോൾ മറുഭാഗത്ത് അതിവിശാലമായ കൗരവ സൈന്യം. ഇതാണ് മഹാഭാരത യുദ്ധം. 13-ാം ദിവസം ചക്രവ്യൂഹം ഭേദിച്ചു കടന്ന അഭിമന്യുവിനെ 6 മഹാരഥന്മാർ ചേർന്ന് ആക്രമിക്കുകയും കൗരവരുടെ ഏക സഹോദരിയായ ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥൻ ചതുവിൽ കൊലപ്പെടുത്തുകയും ചെയ്തു. മകന്റെ മരണത്താൽ വിഷണ്ണനായ അർജുനൻ ജയദ്രഥനെ പിറ്റേന്ന് അസ്തമയത്തിനു മുൻപ് വധിക്കും എന്നും അല്ലാത്തപക്ഷം ദേഹത്യാഗം ചെയ്യും എന്നും ശപഥം ചെയ്തു. 1-ാം ലോകമഹായുദ്ധമെന്ന് സധൈര്യം നമുക്ക് പറയാവുന്ന ആ മഹാഭാരത യുദ്ധം. മഹാഭാരത യുദ്ധം 14-ാം നാൾ അവസാനിക്കുമെന്നാണ് കൗരവർ കരുതിയിരുന്നത്. കാരണം അന്ന് സൂര്യാസ്തമയത്തിനകം ജയദ്രഥനെ വധിച്ചില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്യുമെന്നാണ് അർജുനൻ ശപഥം ചെയ്തിരുന്നത്. തലേന്നാൾ 13-ാം ദിനം 1.5 കൃഷ്ണൻ 1.5 പാർത്ഥൻ എന്ന് ലോകം വിശേഷിപ്പിച്ച 16 വയസ്സു മാത്രം പ്രായമായ അഭിമന്യുവിനെ 6 മഹാരഥന്മാർ ചേർന്ന് ചക്രവ്യൂഹത്തിനകത്ത് വെച്ച് വധിച്ച സ്ഥിതിക്ക് 70 വയസ്സായ അർജുനനെ 90 ലക്ഷം മഹാവീരന്മാരും അനേകം കോടി ചതുരംഗപ്പടയും ചേർന്ന് തീർച്ചയായും വധിക്കും എന്നാണ് അവർ കരുതിയത്. അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ
വേറെ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ അർജുനന് മരണം ഉറപ്പാണ്. ഒന്ന്, സൂര്യാസ്തമയം വരെ ജയദ്രഥനെ സംരക്ഷിച്ചാൽ മതി. അർജുനൻ ദേഹത്യാഗം ചെയ്യും. 2, ജയദ്രഥന്റെ ശിരസ് ഭൂമിയിൽ ഛേദിച്ചിടുന്ന യോദ്ധാവ് തന്റെ ശിരസ് 100 തകർന്നു പോകും എന്ന് വരബലം ജയദ്രഥൻ നേടിയിരുന്നു. അതായത് ഏതു സാഹചര്യത്തിലും അർജുനന് മരണം ഉറപ്പ് എന്ന് കൗരവർ കരുതി. അന്ന് നിലനിന്നിരുന്ന സേനാവിന്യാസ രീതി പ്രകാരം ദേവേന്ദ്രന് പോലും ഒരു പകൽ കൊണ്ട് നശിപ്പിക്കാനാവാത്ത ഒരു തരം പുതിയ വ്യൂഹരചനയാണ് ദ്രോണാചാര്യർ ചെയ്തത്. ശകടവ്യൂഹവും പത്മവ്യൂഹവും സൂചിവ്യൂഹവും ചേർന്ന ഒരു മഹാവ്യൂഹം. 2.5 യോജന വീതി അഥവാ 20 മൈൽ വീതി, 6 യോജന നീളം അഥവാ 48 മൈൽ നീളം. ഇപ്രകാരം രചിച്ച മഹാവ്യൂഹം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം മഹാവ്യൂഹത്തിൻ്റെതാണ്. ശ്രദ്ധയോടുകൂടി ചിത്രം വീക്ഷിക്കുന്ന നാം ഓരോരുത്തർക്കും അതിൻ്റെ ടെക്നോളജിയും മികവിനെയും അന്നത്തെ ബൗദ്ധിക നിലവാരത്തെയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുൻഭാഗത്തായി ശകടവ്യൂഹവും അതിന് പുറകിലായി പത്മവ്യൂഹവും, പത്മവ്യൂഹത്തിന്റെ താഴെയായി മുകളിലേക്ക് പത്മവ്യൂഹത്തിനകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ ഒരു സൂചിവ്യൂഹവും ചമച്ച് പത്മവ്യൂഹത്തിന്റെയും സൂചിവ്യൂഹത്തിന്റെയും മധ്യം ഒന്നായി വരുന്ന ആ ഭാഗത്ത് അവിടെ ഒരു ഗർഭഗൃഹവും നിർമ്മിച്ച് മധ്യത്തിൽ ജയദ്രഥനെ നിർത്തി. അശ്വത്ഥാത്മാവ്, ശല്യർ, കൃപർ ഇവർ ജയദ്രഥന്റെ ഇടതുവശത്തും കർണൻ, ഭൂരിശ്രവസ്, വൃഷസേനൻ ഇവർ വലതുവശത്തുമായി ജയദ്രഥനെ 6 കോണുകളിലായി സംരക്ഷിച്ചു. ആ മഹാവ്യൂഹം കണ്ട് ദ്രോണാചാര്യർ പോലും മതിമറന്നുപോയി എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. സാക്ഷാൽ ദേവേന്ദ്രനും ദേവസേനയും കൂടി എത്ര കഠിനമായി പരിശ്രമിച്ചാലും ഒരു പകൽ കൊണ്ട് ആ വ്യൂഹം തകർത്ത് അതിനുള്ളിൽ നിൽക്കുന്ന ജയദ്രഥന്റെ അടുത്തെത്തിപ്പെടാൻ പോലും കഴിയില്ല എന്നാണ് അവർ കരുതിയത്. അതിനുള്ളിൽ രഥത്തിൽ വിശ്രമിക്കുന്ന ജയദ്രഥനെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ല എന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. ദ്രോണാചാര്യർ രചിച്ച ആ മഹാവ്യൂഹത്തിൽ 30 ലക്ഷം മഹാവീരന്മാരും 60 ലക്ഷം മറ്റു വീരന്മാരും അനേകം കോടി ചതുരംഗസേനയും നിറഞ്ഞു നിന്നിരുന്നു. ശകടമുഖത്ത് ദ്രോണാചാര്യരും സ്വന്തം സേനയും നിലയുറപ്പിച്ചപ്പോൾ ആചാര്യന്റെ ഇടത് ഖണ്ഡങ്ങളിൽ ദുശാസനനും ദുർമർഷണനും, വലത് ഖണ്ഡത്തിൽ ദുര്യോധനനും വികർണനും അനേക ലക്ഷം സേനാബലത്തോടെ നിലയുറപ്പിച്ചു. ദ്രോണാചാര്യരുടെ പിന്നിൽ ഭോജരാജ കൃതവർമാവും അദ്ദേഹത്തിന്റെ ഇടം വലം വശങ്ങളിൽ മറ്റനേകായിരം വീരയോദ്ധാക്കളും അണിനിരന്നിരുന്നു. പത്മത്തിനുള്ളിലെ മുകളത്തിനുള്ളിലുള്ള ഗർഭഗ്രഹത്തിൽ പിന്മാറാത്ത 21,000 കാലാൾപ്പടയും അവരെ സംരക്ഷിച്ച് 15,000 അശ്വസേനയും അവരെ കാത്തുകൊണ്ട് 18,000 ആനപ്പടയും നിലയുറപ്പിച്ചിരുന്നു. അതിനകത്ത് ഗർഭഗ്രഹത്തിൽ ജയദ്രഥന് ചുറ്റുമായി ഇടത്തുകോണുകൾ കാത്ത് അശ്വത്ഥാത്മാവും ശല്യരും കൃപാചാര്യരും നിന്നപ്പോൾ വലതുഭാഗം കാത്ത് കർണനും ഭൂരിശ്രവസും വൃഷസേനനും നിന്നു. തന്റെ മഹാരഥത്തിൽ അവരുടെ മധ്യത്തിലായി സ്വന്തം അംഗരക്ഷകരോടൊപ്പം അർജുനനെ കാത്തുനിന്ന ജയദ്രഥൻ ഒട്ടും തന്നെ പ്രതീക്ഷിക്കില്ല അർജുനന് തന്നെ വധിക്കാനാവുമെന്ന്. ദേവേന്ദ്രനും ദേവസേനയും എത്താനാവാത്തിടത്ത് കൃഷ്ണൻ ഓടിക്കുന്ന രഥത്തിൽ അർജുനനും അവരെ കാത്ത ഇരുവശങ്ങളിലുമായി സാത്വികിയും ഭീമസേനനും മാത്രം. വെറും 4 പേരടങ്ങുന്ന സൈന്യത്തെ കണ്ട് കുരുവൃന്ദം
വിജയം ഉറപ്പിച്ചു. കൗരവർ മതിമറന്ന് ആഹ്ലാദിച്ചു. പാണ്ഡവർ തോൽവി സമ്മതിച്ചെന്നാണ് അവർ കരുതിയത്. ഈ മഹാവ്യൂഹത്തിന്റെ ശക്തിയിൽ മതിമറന്നു നിന്ന ദ്രോണാചാര്യരും മറ്റു കൗരവ വീരന്മാരും ആ സമയത്ത് ഓർക്കാതിരുന്ന ഒരു വസ്തുതയുണ്ട്. മറുവശത്ത് ഈ മഹാവ്യൂഹത്തോട് യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന 4 പേരിൽ ഒന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നത്. കൃഷ്ണൻ ഒറ്റയ്ക്ക് ദേവേന്ദ്രനും ദേവസേനയ്ക്കും മുകളിലാണെന്നത്, അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ സർവേശ്വരനാണെന്നത്, ബാക്കി 33 കോടി ദേവഗണങ്ങളും ആ പുണ്യാത്മാവിന്റെ അംശങ്ങളാണെന്നത്, ഭഗവാന്റെ അനുഗ്രഹത്താൽ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ അർജുനൻ ജയദ്രഥനെ വധിക്കുക തന്നെ ചെയ്തു. എല്ലാവർക്കും എൻ്റെ